10th സ്റ്റാൻഡേർഡിലെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ അശാസ്ത്രീയമായ വികസനം സൃഷ്ടിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും അതുമൂലമുണ്ടാകുന്ന സാമൂഹിക നീതി നിഷേധത്തിനും എതിരായാണ് പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത്. വൻകിട ജലസേചന പദ്ധതികൾ, വ്യവസായങ്ങൾ, ഖനനം, വനനശീകരണം തുടങ്ങിയവ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക, സാമൂഹിക പ്രശ്നങ്ങളെയാണ് ഈ പ്രസ്ഥാനങ്ങൾ പ്രധാനമായും അഭിസംബോധന ചെയ്യുന്നത്. പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം, ജൈവ വൈവിധ്യങ്ങളുടെ സംരക്ഷണം, പരിസ്ഥിതി നയ രൂപീകരണം, പാരിസ്ഥിതിക അവബോധം വളർത്തൽ, സുസ്ഥിര വികസനം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്ക് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധ നേടിയ ചില പ്രധാന പരിസ്ഥിതി മുന്നേറ്റങ്ങളെ പരിചയപ്പെടാം. ചിപ്കോ പ്രസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ പ്രദേശങ്ങളിൽ നിന്ന് വ്യവസായങ്ങൾക്കായി വൻതോതിൽ വൃക്ഷങ്ങൾ മുറിക്കുന്നതിനെ എതിർത്തു. തദ്ദേശീയ ജനതയ്ക്ക് വനവിഭവങ്ങൾക്കുമേലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാനായി നിലകൊണ്ടു. സ്ത്രീ പങ്കാളിത്തവും നേതൃത്വവും ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതയായിരുന്നു. വൃക്ഷങ്ങളെ ആലിംഗനം ചെയ്യുന്ന സമരരീതിയായിരുന്നു ചിപ്കോ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നത്. സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. നർമദാ ബച്ചാവോ ആന്തോളൻ നർമദാ നദിയിലെ സർദാർ സരോവർ പദ്ധതിക്കെതിരായി രൂപം കൊണ്ട പ്രസ്ഥാനം. ഗോത്രവർഗ ജനതയുടെ കുടിയൊഴിപ്പിക്കലിനെതിരെ നർമദാ ബച്ചാവോ ആന്തോളൻ പ്രവർത്തിച്ചു. തദ്ദേശീയ ജനതയുടെ ജീവനോപാധികൾ സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിച്ചു. മേധാ പട്കർ ആയിരുന്നു നർമദാ ബച്ചാവോ ആന്തോളന് നേതൃത്വം നൽകിയത്. നീതിപൂർവമല്ലാത്ത കുടിയൊഴിപ്പിക്കലിനും പുനരധിവാസത്തിനും എതിരായി നർമദാ ബച്ചാവോ ആന്തോളൻ നിലകൊണ്ടു. സൈലന്റ് വാലിയിലെ നിർദ്ദിഷ്ട ജലവൈദ്യുത പദ്ധതിക്കെതിരായ പ്രസ്ഥാനം. മഴക്കാടും ജൈവവൈവിധ്യങ്ങളും സംരക്ഷിക്കുന്നതിനായി നിലകൊണ്ടു. പ്രക്ഷോഭങ്ങളെ തുടർന്ന് സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. പരിസ്ഥിതി സംഘടനകളുടെയും മറ്റു ജനകീയ പ്രസ്ഥാനങ്ങളുടെയും ഇടപെടലുകളുടെ ഫലമായി നിരവധി പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളും പാരിസ്ഥിതിക അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിയമങ്ങളും സംരക്ഷിത വനപ്രദേശങ്ങളുടെ പ്രഖ്യാപനങ്ങളും ദേശീയ ഉദ്യാനങ്ങളുടെ പ്രഖ്യാപനങ്ങളുമെല്ലാം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. 2002 ജൈവ വൈവിധ്യ നിയമവും 2006 പട്ടികവർഗക്കാരുടെയും മറ്റു പരമ്പരാഗത വനവാസികളുടെയും അവകാശങ്ങൾ തിരിച്ചറിയൽ നിയമവും 2013 ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം എന്നിവയിൽ ന്യായമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതക്കുമുള്ള അവകാശ നിയമവും എല്ലാം ഇത്തരത്തിൽ ഇന്ത്യയിലുണ്ടായിട്ടുള്ള പ്രഖ്യാപനങ്ങൾക്കു എക്സാമ്പിളാണ്. ഇനി കർഷക പ്രസ്ഥാനങ്ങൾ. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ മുൻനിർത്തി നിരവധി മുന്നേറ്റങ്ങൾ ഇന്ത്യയിലുണ്ടായി. ഹരിത വിപ്ലവത്തോടനുബന്ധിച്ച് കാർഷിക മേഖലയ്ക്ക് പ്രോത്സാഹനം ലഭിച്ചിരുന്നുവെങ്കിലും 1980കളുടെ മധ്യത്തോടെ നമ്മുടെ സാമ്പത്തിക നയത്തിൽ വന്ന ഉദാരവൽക്കരണ നയങ്ങൾ കാർഷിക രംഗത്തെ പ്രതിസന്ധിയിലാക്കി. ഉൽപാദനത്തെയും ഭക്ഷ്യസുരക്ഷയെയും തൊഴിൽ മേഖലയെയും ഗുരുതരമായി ബാധിക്കുന്നതായിരുന്നു കാർഷിക മേഖലയിലെ പരിഷ്കാരങ്ങൾ. ഇതിനെതിരെ ഉത്തർപ്രദേശിൽ രൂപപ്പെട്ട ഭാരതീയ കിസാൻ യൂണിയൻ ഗ്രാമീണ കർഷകരെ സംഘടിപ്പിച്ച് വൻ പ്രക്ഷോഭങ്ങൾ നടത്തി. മഹാരാഷ്ട്രയിലെ ഷെത്കാരി സംഘടന, കർണാടകയിലെ റയത സംഘം
തുടങ്ങിയവ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുണ്ടായ കർഷക മുന്നേറ്റ പ്രസ്ഥാനങ്ങൾക്കുദാഹരണങ്ങളാണ്. 2020-2021 കാലഘട്ടത്തിലെ ഡൽഹിയുടെ അതിർത്തി പ്രദേശങ്ങളിൽ സംയുക്ത കിസാൻ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ സംഘടിപ്പിക്കപ്പെട്ട കർഷക സമരം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധ നേടി. സമരത്തെ തുടർന്ന് കർഷകരുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുകയുണ്ടായി. വിവരാവകാശത്തിനു വേണ്ടിയുള്ള പ്രസ്ഥാനം. വിവരാവകാശത്തിനായുള്ള പ്രസ്ഥാനവും അതിനെ തുടർന്നുണ്ടായ നിയമവും പൊതുജന പ്രക്ഷോഭങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും വിജയത്തിനും ഉദാഹരണമാണ്. 1990 രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് ഈ പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചത്. രാജസ്ഥാനിലെ ഭീം തഹസിൽ എന്ന പിന്നാക്ക പ്രദേശത്തായിരുന്നു ആദ്യമായി പൊതുനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭ്യമാക്കാനാവശ്യപ്പെട്ടത്. സ്കൂളുകൾ, ഡിസ്പെൻസറികൾ, ചെറിയ ഡാമുകൾ എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതുപണം ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്ന സംശയത്താലായിരുന്നു ഇത്. MKSSന്റെ ആഭിമുഖ്യത്തിൽ ഡൽഹി കേന്ദ്രമാക്കി വിവരാവകാശത്തിനായുള്ള ദേശീയ കൗൺസിൽ, നാഷണൽ കൗൺസിൽ ഫോർ പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫർമേഷൻ രൂപീകരിക്കപ്പെടുകയും ദേശീയതലത്തിൽ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു. കൂടാതെ ഉപഭോക്തൃ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം, കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റർ, പ്രസ് കൗൺസിൽ, ശൂരി കമ്മിറ്റി എന്നിവയും ഇതേ ആവശ്യം മുൻനിർത്തി വിവരാവകാശ നിയമത്തിനായുള്ള കരട് രൂപം തയ്യാറാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. വിവരാവകാശ നിയമം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. 2005 ഇന്ത്യൻ പാർലമെന്റ് വിവരാവകാശ നിയമം പാസാക്കുകയും 2005 ഒക്ടോബർ 12 നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. പൊതുസ്ഥാപനങ്ങളിൽ നിന്നും അധികാരികളിൽ നിന്നും പൗരർക്ക് വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശമാണ് ഈ നിയമം ഉറപ്പുവരുത്തുന്നത്. ഇതുപ്രകാരം വിവരങ്ങൾ 30 ദിവസങ്ങൾക്കുള്ളിൽ നൽകേണ്ടതുണ്ട്. ഹർജിക്കാരൻ്റെ ജീവനും സ്വാതന്ത്ര്യത്തിനും ഭീഷണിയായ കാര്യങ്ങളാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ വിവരം നൽകണം. വിവരങ്ങൾ നൽകുന്നതിനായി ഓരോ സ്ഥാപനത്തിലും ഒരു ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ പ്രവർത്തിക്കുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ വിവരങ്ങൾ ലഭിക്കാത്ത പക്ഷം ഹർജിക്കാരന് മേലധികാരികൾക്ക് അപ്പീൽ സമർപ്പിക്കാം. വിവരാവകാശ നിയമത്തിൻ്റെ നടത്തിപ്പിനായി കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വിവരാവകാശ കമ്മീഷനുകൾ പ്രവർത്തിച്ചുവരുന്നു. ജനാധിപത്യത്തിൽ സുതാര്യത അത്യന്താപേക്ഷിതമായതിനാലും അഴിമതി നിർമ്മാർജ്ജനം ചെയ്യേണ്ടതിനാലും പൊതുകാര്യങ്ങളെ സംബന്ധിച്ച് ആധികാരികമായ വിവരങ്ങൾ പൗരർക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. പ്രാദേശിക പ്രസ്ഥാനങ്ങൾ. എന്താണ് പ്രാദേശിക പ്രസ്ഥാനങ്ങൾ? വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യമാണ് ഇന്ത്യ. ഭൂപ്രകൃതി, കാലാവസ്ഥ, ഭാഷ, സംസ്കാരം, ജീവിതരീതി, മതം, വംശം തുടങ്ങിയവയിലെല്ലാം ഈ വൈവിധ്യം ദർശിക്കാൻ സാധിക്കും. ഇവയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രദേശത്തിന് പ്രത്യേക പരിഗണന, ആനുകൂല്യം, സംരക്ഷണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഉടലെടുക്കുന്ന പ്രസ്ഥാനങ്ങളാണ് പ്രാദേശിക പ്രസ്ഥാനങ്ങൾ. ഉന്നയിക്കുന്ന ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം പ്രസ്ഥാനങ്ങളെ പ്രധാനമായും കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ, പ്രാദേശിക സ്വയംഭരണ പ്രസ്ഥാനങ്ങൾ, വിഘടനവാദ പ്രസ്ഥാനങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. ഇത്തരം ചില പ്രസ്ഥാനങ്ങളും അവയെ ഇന്ത്യൻ ജനാധിപത്യം എങ്ങനെ സമീപിച്ചുവെന്നും നമുക്കൊന്ന് നോക്കാം. ദ്രാവിഡ പ്രസ്ഥാനം. ദ്രാവിഡ ജനതയുടെ രാഷ്ട്രീയ ശാക്തീകരണം, തമിഴ് ഭാഷയുടെ വളർച്ച, യുക്തിവാദം എന്നീ ആശയങ്ങളുടെ സ്വാധീനത്താൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ തമിഴ്നാട്ടിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ദ്രാവിഡ പ്രസ്ഥാനം. ദ്രാവിഡ സംസ്കാരത്തിനുമേൽ ബ്രാഹ്മണ സംസ്കാരം മേധാവിത്വം നേടുന്നുണ്ട്. ബ്രാഹ്മണ സംസ്കാരം മേധാവിത്വം നേടുന്നതിന്
നേടുന്നത് ചെറുക്കുക എന്നതും ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യമായിരുന്നു. ഇ.വി. രാമസ്വാമി നായ്ക്കരുടെ ആത്മാഭിമാന പ്രസ്ഥാനത്തിൻ്റെ ആശയധാരയിൽ നിന്നാണ് ഈ പ്രസ്ഥാനം രൂപമെടുത്തത്. പിന്നീട് അദ്ദേഹം ദ്രാവിഡ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി. ഇത് ദ്രാവിഡ മുന്നേറ്റ കഴകം (DMK) ആയി മാറി. ശക്തമായ പ്രക്ഷോഭങ്ങളിലൂടെ തമിഴ്നാട് രാഷ്ട്രീയത്തെ സ്വാധീനിച്ച DMK 1967 അധികാരത്തിലെത്തി. പിന്നീടുള്ള തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിവിധ ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം ദർശിക്കാൻ സാധിക്കും. കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനം. അനിയന്ത്രിത കുടിയേറ്റം ഒരു പ്രദേശത്തെ തദ്ദേശീയ ജനതയ്ക്ക് സൃഷ്ടിക്കുന്ന വംശീയ, ഭാഷാ, സാംസ്കാരിക, സാമ്പത്തിക, തൊഴിൽ പ്രശ്നങ്ങളെ മുൻനിർത്തി രൂപപ്പെടുന്ന പ്രസ്ഥാനങ്ങളാണ് കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അസം പ്രസ്ഥാനം. എന്തായിരുന്നു അസം പ്രസ്ഥാനം? കുടിയേറ്റത്തിനെതിരെ, വിശേഷിച്ച് ബംഗ്ലാദേശികളുടെ കുടിയേറ്റത്തിനെതിരെ 1970 മുതൽ 1985 വരെ അസമിൽ നടന്ന പ്രക്ഷോഭമാണ് അസം പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഓൾ അസം സ്റ്റുഡൻസ് യൂണിയനാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം അസം ജനതയുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുമെന്നും ദാരിദ്ര്യത്തിനും സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമാകുമെന്നും പ്രക്ഷോഭകാരികൾ ആശങ്ക ഉന്നയിച്ചു. 1951 ശേഷം അനധികൃതമായി അസമിൽ കുടിയേറിയവരെ പുറത്താക്കാൻ പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെട്ടു. വ്യാപകമായ അക്രമങ്ങൾക്കും സംഘർഷങ്ങൾക്കും സമരം വഴിയൊരുക്കി. കേന്ദ്ര സർക്കാർ പ്രക്ഷോഭകരുമായി 1985 ഒപ്പുവച്ച കരാറും തുടർന്നുണ്ടായ ജനാധിപത്യ ഇടപെടലും പ്രശ്നത്തെ ഒരു പരിധിവരെ പരിഹരിക്കാൻ സഹായിച്ചു. സ്വയംഭരണത്തിനു വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങൾ. രാജ്യത്തിനുള്ളിൽ കൂടുതൽ സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ടോ പ്രത്യേക സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ടോ ഉദയം ചെയ്ത പ്രസ്ഥാനങ്ങളാണ് ഇവ. പ്രാദേശികമായി അവഗണിക്കപ്പെടുന്നു എന്ന മനോഭാവം, ഭാഷാപരവും സാംസ്കാരികവുമായ പ്രത്യേകത, അസന്തുലിതമായ സാമ്പത്തിക വളർച്ച തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ സ്വയംഭരണാവശ്യം ഉന്നയിക്കുന്നത്. ഈ വിഭാഗത്തിൽപ്പെട്ട ചില പ്രസ്ഥാനങ്ങളെ താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് പരിചയപ്പെടാം. പ്രസ്ഥാനങ്ങളാണ് ഗുർഖാലാൻഡ് പ്രസ്ഥാനം, ജാർഖണ്ഡ് പ്രസ്ഥാനം, തെലങ്കാന പ്രസ്ഥാനം. ഗുർഖാലാൻഡ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത സംഘടനയാണ് ഗൂർഖ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട്. ഗുർഖാലാൻഡ് പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമെന്നുവെച്ചാൽ പശ്ചിമ ബംഗാളിലെ നേപ്പാളി ഭാഷ സംസാരിക്കുന്ന ഗൂർഖ വിഭാഗത്തിന് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കുക എന്നതായിരുന്നു ഇവരുടെ ആവശ്യം. 1988 സ്വയംഭരണാധികാരമുള്ള ഡാർജിലിംഗ് ഗൂർഖ ഹിൽ കൗൺസിലിന് രൂപം നൽകി. 2012 ഗൂർഖ ഹിൽ കൗൺസിലിന് പകരം ഗുർഖാലാൻഡ് ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേഷൻ രൂപീകരിച്ചു. ഇനി ജാർഖണ്ഡ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത സംഘടനയാണ് ജാർഖണ്ഡ് മുക്തി മോർച്ച. ബീഹാറിൽ നിന്നും ജാർഖണ്ഡ് മേഖല വിഭജിച്ച് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കുക എന്നതായിരുന്നു ജാർഖണ്ഡ് പ്രസ്ഥാനത്തിൻ്റെ ആവശ്യം. ഇതിനൊരു പരിഹാരം എന്നത് 2000 ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചു എന്നതാണ്. തെലങ്കാന പ്രസ്ഥാനത്തിന് തെലങ്കാന രാഷ്ട്ര സമിതി നേതൃത്വം നൽകി. ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കുക എന്നതായിരുന്നു ആവശ്യം. 2014 തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചു. എന്തായിരുന്നു വിഘടനവാദ പ്രസ്ഥാനങ്ങൾ? ഇന്ത്യയിൽ നിന്ന് ചില പ്രദേശങ്ങൾ വേർപെടുത്തി സ്വതന്ത്ര രാഷ്ട്രങ്ങൾ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനങ്ങളാണ് വിഘടനവാദ പ്രസ്ഥാനം. പഞ്ചാബ്, ജമ്മു കാശ്മീർ, മിസോറാം, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിൽ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഖാലിസ്ഥാൻ പ്രസ്ഥാനം സിഖ് ജനതയ്ക്ക് ഖാലിസ്ഥാൻ എന്ന പ്രത്യേക രാഷ്ട്രം വേണമെന്ന ആവശ്യം മുൻനിർത്തി പഞ്ചാബിൽ ഉയർന്നുവന്ന പ്രസ്ഥാനമാണ് ഖാലിസ്ഥാൻ പ്രസ്ഥാനം. സിഖ് ജനവിഭാഗത്തിലെ തീവ്രവിഭാഗമായിരുന്നു ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. പ്രത്യേക രാഷ്ട്രം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിനായി സായുധ മാർഗമായിരുന്നു ഇവർ സ്വീകരിച്ചത്. പ്രമുഖ സിഖ് ആരാധനാലയമായ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തെ കലാപകാരികൾ അവരുടെ കേന്ദ്രമാക്കി മാറ്റി. സുവർണ ക്ഷേത്രത്തിൽ കടന്നുകയറിയ തീവ്രവാദികളെ കേന്ദ്ര സർക്കാർ 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നടപടിയിലൂടെ അമർച്ച ചെയ്തു. ഇതിനെ തുടർന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തൻ്റെ 2 സിഖ് അംഗരക്ഷകരാൽ വധിക്കപ്പെട്ടു. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സിഖ് വിരുദ്ധ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഈ കലാപത്തിൽ നിരപരാധികളായ നിരവധി സിഖുകാർ കൊല്ലപ്പെട്ടു. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും സിഖ് നേതാവ് ഹർചന്ദ് സിംഗ് ലോങ്കോവാളും ചേർന്ന് 1985 പഞ്ചാബ് കരാർ ഒപ്പുവച്ചതിനെ തുടർന്ന് സ്ഥിതിഗതികൾക്ക് മാറ്റമുണ്ടായി. തുടർന്നുണ്ടായ കാര്യക്ഷമമായ ജനാധിപത്യ നടപടിക്രമങ്ങളിലൂടെ പഞ്ചാബിൽ വിഘടനവാദം പൂർണ്ണമായും അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും സ്ഥാപിച്ചു. ജമ്മു കാശ്മീരിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ. ഭരണഘടനയുടെ അനുച്ഛേദം 370 പ്രകാരം പ്രത്യേക അവകാശങ്ങൾ അനുവദിച്ചിരുന്ന സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ഇന്ത്യയിൽ നിന്ന് കാശ്മീരിനെ വിഭജിച്ച് സ്വതന്ത്ര രാഷ്ട്രമാക്കുകയോ പാകിസ്ഥാനിൽ ചേർക്കുകയോ എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവയാണ് ജമ്മു കാശ്മീരിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ. ഇവർ നടത്തിയ സായുധാക്രമണങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വലിയ ഭീഷണി ഉയർത്തി. സമാധാന ചർച്ചകളിലൂടെയും പ്രത്യേക സാമ്പത്തിക വികസന പ്രവർത്തനങ്ങളിലൂടെയും സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തി. ജമ്മു കാശ്മീരിന് അനുവദിച്ചിരുന്ന അനുച്ഛേദം 370 പ്രകാരമുള്ള പ്രത്യേക അവകാശം 2019 കേന്ദ്ര സർക്കാർ പിൻവലിക്കുകയും ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം പാസാക്കുകയും ചെയ്തു. ഇതുപ്രകാരം ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തുകളയുകയും ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. 2024 ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുകയും ജമ്മു കാശ്മീർ നാഷണൽ കോൺഗ്രസ് നേതാവ് ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയായി സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലെന്ന പോലെ വടക്കു കിഴക്കൻ മേഖലകളിലും വിഘടനവാദ പ്രസ്ഥാനങ്ങൾ ഉയർന്നുവന്നു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിലവിലുണ്ടായിരുന്ന ചില വിഘടനവാദ പ്രസ്ഥാനങ്ങളെ നമുക്ക് പരിചയപ്പെടാം. 1. മിസോ നാഷണൽ ഫ്രണ്ട് (MNF). മിസോ നാഷണൽ ഫ്രണ്ടിൻ്റെ നേതാവാണ് ലാൽ ഡങ്കെ. മിസോ നാഷണൽ ഫ്രണ്ടിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് മിസോ ഗോത്രവർഗക്കാർക്കായി പ്രത്യേക രാജ്യമായിരുന്നു. ഇതിൻ്റെ ഫലമായി 1986 സമാധാന കരാർ അനുസരിച്ച് മിസോറാമിന് പ്രത്യേക അധികാരങ്ങളോടെ സമ്പൂർണ്ണ സംസ്ഥാന പദവി നൽകാൻ തീരുമാനിച്ചു. നാഗാ നാഷണൽ കൗൺസിലിന്. ഇതും വടക്കുകിഴക്കൻ വിഘടനവാദ പ്രസ്ഥാനത്തിന് എക്സാമ്പിളാണ് നാഗാ നാഷണൽ കൗൺസിൽ. അങ്കാമി സഫു ഫിസോ ആണ് നേതൃത്വം നൽകിയത്. നാഗാ പ്രദേശങ്ങളുടെ ഏകീകരണം, സ്വയംഭരണം, ഗോത്ര സംസ്കാര സംരക്ഷണമായിരുന്നു നാഗാ നാഷണൽ കൗൺസിലിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്. നാഗാ നാഷണൽ കൗൺസിലിൻ്റെ ഫലമായിട്ട് 2015 നാഗാ സമാധാന കരാർ ഒപ്പുവച്ചു. ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന മറ്റു ചില വെല്ലുവിളികൾ. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ അസ്ഥിരപ്പെടുത്തുന്ന പ്രധാന വെല്ലുവിളികളാണ് വർഗീയത, കേന്ദ്ര-സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ, അഴിമതി, രാഷ്ട്രീയത്തിലെ ക്രിമിനലിസം,
കൂറുമാറ്റം തുടങ്ങിയ പ്രവണത ഇവ ജനങ്ങളുടെ സ്വൈരജീവിതത്തെയും രാഷ്ട്രപുരോഗതിയെയും സാമ്പത്തിക വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കുന്നു. ഈ പ്രവണത ഇന്ത്യൻ ജനാധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നത് എങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട്. അതിലൊന്നാണ് വർഗീയത. മതാടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് സാമൂഹിക സംഘർഷം സൃഷ്ടിക്കുന്ന ആശയമാണ് വർഗീയത. കൊളോണിയൽ ഭരണകാലത്ത് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രം മതാടിസ്ഥാനത്തിൽ ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുന്നതിനും വർഗീയത വളർത്തുന്നതിനും കാരണമായി. അതുപോലെ ഇന്ത്യാ വിഭജനത്തെ തുടർന്നുണ്ടായ കലാപങ്ങളും ജനതയെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുന്നതും വർഗീയ ചിന്ത വളർത്തുന്നതിനും വഴിവെച്ചു. വർഗീയ ചേരിതിരിവ് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളായ മതേതരത്വം, സാമൂഹിക നീതി എന്നിവയെ ദുർബലപ്പെടുത്തുകയും രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്തുകയും ചെയ്തു. മതത്തിൻ്റെയും വർഗീയ ചിന്തയുടെയും അടിസ്ഥാനത്തിൽ ജനാഭിപ്രായം സ്വരൂപിക്കപ്പെടുന്നതും രാഷ്ട്രീയ പാർട്ടി ഇതിനെ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി ഉപയോഗിക്കുന്നതും ജനാധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ജനജാഗ്രത സൃഷ്ടിക്കുന്നതിലൂടെയും ബോധവൽക്കരണത്തിലൂടെയും ശരിയായ ജനാധിപത്യ വിദ്യാഭ്യാസത്തിലൂടെയും മാത്രമേ വർഗീയതയെ ചെറുക്കാൻ സാധിക്കുകയുള്ളൂ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ്. ഭരണഘടന അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിച്ച് നൽകിയെങ്കിലും കൂടുതൽ അധികാരം കേന്ദ്രത്തിൽ നിക്ഷിപ്തമാണ്. ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ മേൽക്കൈ അത് ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. മറുവശത്ത് സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരങ്ങൾ സ്വതന്ത്രമായി വിനിയോഗിക്കാനുള്ള അവകാശം അവയ്ക്ക് ഭരണഘടന നൽകുന്നുമുണ്ട്. എന്നാൽ പലപ്പോഴായി മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാരുകൾ നേരിട്ടും ഗവർണർമാർ മുഖേനയും സംസ്ഥാനങ്ങളുടെ ഈ അവകാശങ്ങളിൽ ഇടപെടുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും വിഭവങ്ങളുടെ വിതരണത്തിലും രാഷ്ട്രീയം കലരുന്നതും നമുക്ക് കാണാനാകും. ഇത്തരം നീക്കങ്ങളാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പ്രധാനമായും കലുഷിതമാക്കുന്നത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുണ്ടാകുന്ന നിയമപരമായ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ ജുഡീഷ്യറിക്കാണ് അധികാരം. ഭരണഘടന വാസ്തവത്തിൽ ഒരു ചട്ടക്കൂട് അഥവാ അസ്ഥിപഞ്ജരം മാത്രമാണ്. അതിന് മാംസവും രക്തവും പ്രദാനം ചെയ്യുന്നത് യഥാർത്ഥ രാഷ്ട്രീയ പ്രക്രിയകളാണ്. അതിനാൽ ഇന്ത്യൻ ഫെഡറലിസത്തെ ഒരു വലിയ പരിധിവരെ സ്വാധീനിച്ചിട്ടുള്ളത് മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രക്രിയകളാണ്. ഭരണഘടന നിലവിൽ വന്ന നാൾ മുതൽ തന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ ഗവർണർമാരുടെ പങ്ക് വളരെ നിർണായകമാണ്. എങ്ങനെയായിരുന്നു ഗവർണർമാർ ഇതിൽ പങ്കുവഹിച്ചത്? ഗവർണർമാരുടെ പങ്ക് എല്ലാ കാലത്തും സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു വിവാദ വിഷയമാണ്. ഗവർണർ എന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഔദ്യോഗിക സ്ഥാനമല്ല. വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയക്കാർ എന്നിവരാണ് ഗവർണർമാരായി പൊതുവെ നിയമിക്കപ്പെടാറുള്ളത്. ഗവർണർമാരെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശുപാർശ പ്രകാരം രാഷ്ട്രപതിയാണ്. ഗവർണർ നിയമനത്തിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സാഹചര്യങ്ങളിൽ ഗവർണർമാരുടെ പങ്ക് കൂടുതൽ വിവാദങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇക്കാരണത്താൽ ഗവർണർമാരുടെ പ്രവർത്തനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടലായി പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ 1983 കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച സർക്കാരിയ കമ്മീഷൻ സജീവ രാഷ്ട്രീയക്കാരെ ഗവർണർമാരായി നിയമിക്കരുതെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്.
ഗവർണർമാരുടെ പങ്കും അധികാരങ്ങളും വിവാദമാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഭരണഘടനയിലെ 356 വകുപ്പാണ് ഈ വിവാദത്തിൻ്റെ അടിസ്ഥാനം. ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിലും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താമെന്ന് ഈ വകുപ്പ് വ്യവസ്ഥ ചെയ്യുന്നു. ഗവർണർമാരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിക്ക് ആ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കഴിയും. എന്നാൽ ഭരണഘടനയിലെ വ്യവസ്ഥകൾക്കനുസൃതമായി ഭരണം നടത്തിക്കൊണ്ടുപോകുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെടുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ ഈ വകുപ്പ് ഉപയോഗിക്കാൻ പാടുള്ളൂവെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നു. ഗവർണർമാരുടെ ഈ അധികാരം അനേകം സംഘർഷങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷമുള്ള സംസ്ഥാന ഗവൺമെന്റുകളെ പോലും രാഷ്ട്രപതി പിരിച്ചുവിട്ട സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. 1959 കേരള ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത് ഇതിനുദാഹരണമാണ്. എന്തായിരുന്നു സർക്കാരിയ കമ്മീഷൻ? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. 1983 നിയമിക്കപ്പെട്ട കമ്മീഷന്റെ ചെയർമാൻ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് R.S. സർക്കാരിയ ആയിരുന്നു. 1988 കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. കേന്ദ്രത്തിന്റെ അധികാരങ്ങൾ കാലം ചെല്ലുന്തോറും വർദ്ധിച്ചു വരുന്നതായി കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ ഉരസലുകളും സംഘർഷങ്ങളും ഒഴിവാക്കാൻ ഭരണഘടനാപരവും രാഷ്ട്രീയവുമായ മാറ്റങ്ങൾ ആവശ്യമാണെന്ന് കമ്മീഷൻ കണ്ടെത്തി. സർക്കാരിയ കമ്മീഷന്റെ റിപ്പോർട്ട് പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ടുവെങ്കിലും അവ പൂർണ്ണമായും നടപ്പിലാക്കപ്പെട്ടില്ല. 356 വകുപ്പ് സംസ്ഥാനങ്ങളിലെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ പിരിച്ചുവിടാനോ സംസ്ഥാന ഭരണം ഏറ്റെടുക്കുവാനോ അനുച്ഛേദം 356 രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നു. ഗവർണർ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി ഈ വകുപ്പ് പ്രയോഗിച്ചത് 1951 പഞ്ചാബ് സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ടായിരുന്നു. 1967 പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ 356 വകുപ്പ് അപൂർവമായി മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ. എന്നാൽ 1967 ശേഷം ഇത് വ്യാപകമായി പ്രയോഗിക്കപ്പെട്ടു. ഗവർണറും അധികാരങ്ങളും ചുമതലകളും കേന്ദ്രത്തിലേതുപോലെ സംസ്ഥാനങ്ങളിലും പാർലമെന്ററി വ്യവസ്ഥയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്തിന്റെ നാമമാത്ര തലവനാണ് ഗവർണർ. യഥാർത്ഥ കാര്യനിർവഹണ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭയിലാണ്. ആയതിനാൽ ഗവർണർ അധികാരങ്ങൾ നിർവഹിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമായിരിക്കണം. ഗവർണറുടെ പ്രധാന അധികാരങ്ങളും ചുമതലകളും ചുവടെ ചേർക്കുന്നു. നിയമനിർമ്മാണ അധികാരങ്ങള്, കാര്യനിർവഹണ അധികാരങ്ങള്. നിയമനിർമ്മാണ അധികാരങ്ങള്: നിയമസഭ വിളിച്ചു ചേർക്കുക, സഭാ സമ്മേളനങ്ങൾ അവസാനിക്കുന്നതായി പ്രഖ്യാപിക്കുക, സഭ പിരിച്ചുവിടുക, സഭയെ അഭിസംബോധന ചെയ്യുക, സഭ പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുക, ബജറ്റും ധനബില്ലും സഭയിൽ അവതരിപ്പിക്കുന്നതിനു വേണ്ട മുൻകൂർ അനുമതി നൽകുക. ഇവയൊക്കെയാണ് ഗവർണറുടെ നിയമനിർമ്മാണ അധികാരങ്ങൾ. എന്തെല്ലാമായിരുന്നു കാര്യനിർവഹണാധികാരങ്ങൾ? സംസ്ഥാനത്തെ എല്ലാ കാര്യനിർവഹണാധികാരങ്ങളും നിർവഹിക്കപ്പെടുന്നത് ഗവർണറുടെ പേരിലാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച രാഷ്ട്രീയ കക്ഷിയുടെയോ സഖ്യത്തിൻ്റെയോ നേതാവിനെ സർക്കാർ രൂപീകരണത്തിനായി ക്ഷണിക്കുക. സംസ്ഥാന മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം മറ്റു മന്ത്രിമാരെയും നിയമിക്കുക. അഡ്വക്കേറ്റ് ജനറൽ, സംസ്ഥാന PSC ചെയർമാൻ, PSC അംഗങ്ങൾ എന്നിവരെ നിയമിക്കുക. ഇതെല്ലാമാണ് ഗവർണറുടെ കാര്യനിർവഹണാധികാരങ്ങൾ.
നീതിന്യായ അധികാരങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യനിർവഹണ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് മാപ്പ് നൽകുന്നതിനും ശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനോ ഇളവ് നൽകുന്നതിനോ ലഘൂകരിക്കുന്നതിനോ ഉള്ള അധികാരത്തെയാണ് നീതിന്യായ അധികാരങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി വിവേചനാധികാരങ്ങൾ. നിയമസഭയിലേക്ക് ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ മന്ത്രിസഭ രൂപീകരണ വിഷയത്തിൽ ഗവർണർക്ക് വിവേചനാധികാരം പ്രയോഗിക്കാം. സംസ്ഥാന ഭരണകാര്യങ്ങളെക്കുറിച്ച് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. നിയമസഭ പാസാക്കുന്ന ബില്ല് ഗവർണറുടെ അംഗീകാരത്തിന് സമർപ്പിക്കുമ്പോൾ ഗവർണർക്ക് താഴെ പറയുന്ന നടപടികൾ സ്വീകരിക്കാം. ബില്ലിന് അംഗീകാരം നൽകുന്നുവെന്നോ നൽകുന്നില്ലയെന്നോ പ്രഖ്യാപിക്കാം. ഭേദഗതിയോടെ നിയമസഭയിലേക്ക് തിരിച്ചയക്കാം. അങ്ങനെ തിരിച്ചയക്കപ്പെടുന്ന ബില്ല് സഭ വീണ്ടും പരിഗണിച്ച് ഭേദഗതിയോടെയോ അല്ലാതെയോ പാസാക്കി ഗവർണർക്ക് സമർപ്പിക്കുന്ന പക്ഷം ഗവർണർ അതിന് അനുമതി നൽകാൻ ബാധ്യസ്ഥനാണ്. ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കുക. സംസ്ഥാനത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയെ സുഗമവും ഭരണഘടനയുടെ അന്തഃസത്തയ്ക്ക് യോജിക്കും വിധം മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാരിനെ സഹായിക്കുക എന്ന കടമയാണ് ഗവർണർമാർക്കുള്ളത്. ഗവർണർമാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭയെ നിയന്ത്രിക്കുന്ന അധികാരികളല്ല, മറിച്ച് അതിൻ്റെ സുഹൃത്തും ദാർശനികനും വഴികാട്ടിയുമാണ്. ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള ഗവർണർമാരുടെ ഇടപെടൽ ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്തുകയും ഭരണഘടനയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. അഴിമതി. എന്താണ് അഴിമതി? ഏതെങ്കിലും തരത്തിലുള്ള അധികാരമോ സ്ഥാനമാനങ്ങളോ ഉപയോഗപ്പെടുത്തിയും അനധികൃതമായി സ്വാധീനം ചെലുത്തിയും നിയമപരമായി ലഭിക്കേണ്ട വേതനത്തിന് പുറമെ പണമോ മറ്റെന്തെങ്കിലും പ്രത്യുപകാരമോ സ്വീകരിക്കുന്നതിനെ അഴിമതിയായി കണക്കാക്കാം. കൈക്കൂലി, സ്വജനപക്ഷപാതം, അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയവ അഴിമതിക്ക് ഉദാഹരണങ്ങളാണ്. രാജ്യത്തെ സാമ്പത്തിക നിക്ഷേപങ്ങൾ, സാമ്പത്തിക വളർച്ച തുടങ്ങിയവയെയും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെയും അഴിമതി പ്രതികൂലമായി ബാധിക്കുന്നു. അഴിമതി ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെയും ക്ഷേമപ്രവർത്തനങ്ങളെയും സൗകര്യങ്ങളെയും ചില വ്യക്തികളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതിന് കാരണമാകുന്നു. ഇത് സാധാരണ ജനങ്ങൾക്ക് ജനാധിപത്യ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിനിടയാക്കുന്നു. അഴിമതിക്കെതിരെ ജനജാഗ്രത വളർത്തിയെടുക്കുക. ശക്തമായ നിയമ സംവിധാനം രൂപീകരിക്കുക. അഴിമതി അന്വേഷണ സംവിധാനങ്ങളെ രാഷ്ട്രീയ സ്വാധീനത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുക. രാഷ്ട്രീയ പാർട്ടികളുടെ സാമ്പത്തിക സ്രോതസ്സുകളെ സുതാര്യമാക്കുക. ഭരണരംഗം സുതാര്യമാക്കുക. ജനങ്ങളിൽ അഴിമതിക്കെതിരെ ബോധവൽക്കരണം നടത്തുക തുടങ്ങിയവയെല്ലാം അഴിമതി തടയാനുള്ള മാർഗങ്ങളാണ്. ഇലക്ട്രൽ ബോണ്ട്. എന്താണ് ഇലക്ട്രൽ ബോണ്ട്? വ്യക്തികൾക്കും കോർപ്പറേറ്റുകൾക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള തുക ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന ചെയ്യാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇലക്ട്രൽ ബോണ്ട്. 2017-18 കേന്ദ്ര ബഡ്ജറ്റിലൂടെ ഇലക്ട്രൽ ബോണ്ട് അവതരിപ്പിച്ചു. തൊട്ടുമുമ്പത്തെ സംസ്ഥാന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പോൾ ചെയ്ത ആകെ വോട്ടിൻ്റെ 1% കുറയാതെ വോട്ട് നേടുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ള എല്ലാ പാർട്ടികൾക്കും ഈ ബോണ്ടിലൂടെ പണം സ്വരൂപിക്കാം. 1000 മുതൽ 1 കോടി രൂപ വരെ സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ അവർക്ക് ഇഷ്ടമുള്ള തുകയ്ക്ക് SBI വഴി ബോണ്ട് വാങ്ങാം. സംഭാവന എന്ന വിഭാഗത്തിൽ വരുന്നതിനാൽ ഈ തുകയ്ക്ക് നികുതി ഇളവ് ലഭിക്കും. ദാതാക്കളിൽ നിന്നും ലഭിക്കുന്ന ബോണ്ടുകൾ രാഷ്ട്രീയ കക്ഷികൾ 15 ദിവസത്തിനകം പണമാക്കി മാറ്റണം. ബോണ്ടുകളുടെ സുതാര്യതയും നിയമസാധുതയും പരിശോധിച്ച് 2024 ഫെബ്രുവരി 15 സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കി.
ഇലക്ട്രൽ ബോണ്ട് മൗലികാവകാശത്തിന് വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു. 2024 ഫെബ്രുവരി 25-നാണ് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയത്. രാഷ്ട്രീയത്തിൻ്റെ ക്രിമിനൽ വൽക്കരണം. ജനാധിപത്യം നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് രാഷ്ട്രീയത്തിൻ്റെ ക്രിമിനൽ വൽക്കരണം. രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളോ പ്രവർത്തകരോ ക്രിമിനൽ പ്രവർത്തനങ്ങളിലേർപ്പെടുന്നതോ ക്രിമിനൽ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതോ ആയ പ്രവണതയാണ് രാഷ്ട്രീയത്തിൻ്റെ ക്രിമിനൽ വൽക്കരണം. കൂടാതെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും രാഷ്ട്രീയത്തിൻ്റെ ക്രിമിനൽ വൽക്കരണമാണ്. ജനങ്ങളെ ഭയപ്പെടുത്തി ഏതെങ്കിലും പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ അതിനുള്ള സാഹചര്യമൊരുക്കുകയോ ചെയ്യുന്നത് ജനാധിപത്യത്തിൻ്റെ മൂല്യച്യുതിക്ക് കാരണമാകുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലെത്തുന്നതും ഭരണാധികാരികളാകുന്നതും പൗരർക്ക് ജനാധിപത്യ സംവിധാനത്തിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നു. ക്രിമിനൽ കുറ്റങ്ങളിൽ വിചാരണ നേരിടുന്നവരെയും ശിക്ഷിക്കപ്പെട്ടവരെയും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ, ശക്തമായ നിയമസംവിധാനങ്ങൾ, രാഷ്ട്രീയ രംഗത്തെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെയുള്ള ബോധവൽക്കരണം തുടങ്ങിയവ രാഷ്ട്രീയത്തിൻ്റെ ക്രിമിനൽ വൽക്കരണം ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള മാർഗങ്ങളാണ്. കൂറുമാറ്റം. 1967-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ട മറ്റൊരു പ്രവണതയായിരുന്നു കൂറുമാറ്റം. ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഇലക്ഷനിൽ മത്സരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സ്വന്തം പാർട്ടിയെ ഉപേക്ഷിക്കുകയോ മറ്റൊരു പാർട്ടിയിൽ ചേരുകയോ ചെയ്യുന്നതിനെ കൂറുമാറ്റമെന്ന് പറയുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാർ ജനപ്രതിനിധികളിൽ അർപ്പിച്ച വിശ്വാസത്തെ വഞ്ചിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇത് പലപ്പോഴും ഭരണപ്രതിസന്ധി സൃഷ്ടിക്കുകയും ജനാധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നു. പിന്നീട് കൂറുമാറ്റം തടയുന്നതിന് 1985 52-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂറുമാറ്റ നിരോധന നിയമം പാർലമെന്റ് പാസാക്കി. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അംഗങ്ങളുടെ കൂറുമാറ്റം തടയാൻ വ്യത്യസ്ത തന്ത്രങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഒരു പാർട്ടിയുടെ വിശ്വസ്ത അംഗത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക വേദിയിൽ അംഗങ്ങൾ ഒത്തുകൂടി മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം തടയുവാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. ഈ പ്രക്രിയയെ റിസോർട്ട് രാഷ്ട്രീയമെന്നും വിശേഷിപ്പിക്കാറുണ്ട്. 1982 ഹരിയാനയിലാണ് ഇതിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. തുടർന്ന് കർണാടക, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഈ പ്രവണത ഉണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തരം രാജ്യം നേരിട്ട നിരവധി പ്രതിസന്ധികളെ ജനാധിപത്യ മാർഗത്തിലൂടെ അതിജീവിക്കാൻ നമുക്ക് സാധിച്ചു. ഇത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അതിജീവനശേഷിയെ പ്രകടമാക്കുന്നു. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സജീവ ഭരണഘടനയാണ് നമുക്കുള്ളത്. ഭരണഘടനാ മൂല്യങ്ങളോടുള്ള ആദരവും വിധേയത്വവുമാണ് നമ്മുടെ ജനാധിപത്യത്തെ അർത്ഥസമ്പുഷ്ടമാക്കുന്നത്. ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന 10th സ്റ്റാൻഡേർഡിലെ ഈ ചാപ്റ്ററിൽ കർഷക പ്രസ്ഥാനങ്ങൾ, വിവരാവകാശത്തിനു വേണ്ടിയുള്ള പ്രസ്ഥാനം, പ്രാദേശിക പ്രസ്ഥാനങ്ങൾ, ദ്രാവിഡ പ്രസ്ഥാനം, കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനം, അസം പ്രസ്ഥാനം, സ്വയംഭരണത്തിനു വേണ്ടിയുള്ള പ്രസ്ഥാനം, ജമ്മു കാശ്മീരിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ, വടക്കുകിഴക്കൻ മേഖലയിലെ വിഘടനവാദ പ്രസ്ഥാനം, വർഗീയത, അഴിമതി, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, ഗവർണറുടെ പങ്ക്, ഗവർണറുടെ വിവേചനാധികാരം, മറ്റധികാരങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇലക്ട്രൽ ബോണ്ട് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. കൂടുതൽ SCRT വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക്